സമർപ്പണത്തിന്റെ മുന്തിരിപ്പഴങ്ങൾക്ക് സ്വർഗത്തിന്റെ രുചിയാണുള്ളത്. സമ്പൂർണ്ണ സമർപ്പണങ്ങൾ, ബലിയർപ്പണങ്ങൾ, ജീവിതാർപ്പണങ്ങൾ ഒക്കെ സ്വർഗത്തിലേക്ക് തുറക്കുന്ന താക്കോലുകളാണ്. ദൈവവിളിയുടെ വ്യത്യസ്തമായ വയലേലകളിലൂടെ നാം യാത്ര ചെയ്യുന്നു. ഈ യാത്രയുടെ ആദ്യ അധ്യായങ്ങളിലൊന്നിൽ നാം കണ്ടുമുട്ടുന്നത് കാഞ്ഞിരപ്പള്ളി രൂപത വിശ്വാസ ജീവിത പരിശീലന കേന്ദ്രത്തിന്റെ ഡയറക്ടർ ഫാദർ ജോസ് എ പുളിക്കലിനെയാണ്. അദ്ദേഹത്തിന്റെ വ്യത്യസ്തമായ ജീവിതരേഖയിലൂടെ ഒരു യാത്ര. സ്നേഹം ഏകുന്ന യേശു. വീട് ഓരോരുത്തർക്കും അത് പലതാണ്. വീണ്ടും വീണ്ടും മാടി വിളിക്കുന്ന സ്നേഹത്തിന്റെ ഇടം, ഉള്ളം നിറയ്ക്കുന്ന ഓർമ്മകളുടെ കൂടാരം, സ്നേഹത്തിന്റെ ചൂര് നിറഞ്ഞ ജീവിതത്തിലെ ഏറ്റവും സ്വകാര്യവും സുരക്ഷിതവുമായ ഇടം. ഇങ്ങനെ പലതും. പക്ഷേ കാഞ്ഞിരപ്പള്ളി രൂപത വിശ്വാസ ജീവിത പരിശീലന കേന്ദ്രത്തിന്റെ ഡയറക്ടർ ഫാദർ ജോസ് എ പുളിക്കലിന് വീട് അർത്ഥങ്ങളല്ല, നാനാർത്ഥങ്ങളാണ്. സമൂഹത്തിൽ ആരോരുമില്ലാത്തവർക്ക് വേണ്ടി പകുത്തുകൊടുക്കുന്ന സ്നേഹത്തിന്റെ അപ്പമാണ് ഫാദർ ജോസ് എ പുളിക്കലിന്റെ വീട്. ആ വീട്ടിലേക്കാണ് അച്ഛൻ നമ്മളെ ക്ഷണിക്കുന്നത്. ഇത് എന്റെ വീട്. ഒറ്റപുത്രനായി ജനിച്ചു വളർന്ന എന്റെ സ്വന്തം വീട്. ഇവിടെ അമ്മയുണ്ട്, ഇപ്പോ സഹോദരങ്ങളുണ്ട്, പിന്നെ എന്റെ മക്കളും. ഉണ്ണികളെ, ബന്ധുക്കളും മിത്രങ്ങളും സമൂഹവും ഒറ്റപ്പെടുത്തിയ ദൈവത്തിന്റെ മക്കൾ. ഈ വീട് അവർക്കുള്ളതാണ്. സ്നേഹം കിട്ടാതെ വലഞ്ഞ ഇവർക്ക് സ്നേഹം മാത്രം നൽകുന്ന സ്നേഹഭവനം. ഒരു പക്ഷേ സമാനതകളില്ലാത്തൊരു സമർപ്പണം എന്ന് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാം. സമൂഹത്തിൽ ആരോരുമില്ലാത്തവർക്ക് വേണ്ടിയിട്ട് സ്വന്തം വീട് മുറിച്ചു കൊടുക്കുക. ഒരു പക്ഷേ ലോകത്തിന്റെ ദൃഷ്ടിയിൽ സിംഗിൾ ഇൻവെർട്ടഡ് കോമയ്ക്കകത്തിട്ട് പറഞ്ഞാൽ തലതിരിഞ്ഞ ഈ ആശയം എന്നാണ് അച്ഛന്റെ മനസ്സിൽ കടന്നുകൂടിയത്. ഈ തലതിരിഞ്ഞ ആശയം സത്യത്തില് ദൈവത്തിന്റെ ഒരു നിയോഗം പോലെയാണ് എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. മാതാപിതാക്കളെ കുറിച്ചുള്ള ചിന്തയുണ്ട് മനസ്സിൽ. അവർ പ്രായമാകുന്നു, അപ്പൊ അവർക്കൊരു ആശ്രയമായിട്ട് ആരെങ്കിലുമൊക്കെ വേണം. ഞാനിവിടുന്ന് ദൈവം എന്നെ വിളിച്ചത് മനസ്സിലാക്കി ഇറങ്ങിപ്പോയപ്പം എന്റെ ഒരു കടമയും കൂടിയാണ് അവർക്ക് ഒരു അത്താണിയായിട്ട് എന്തെങ്കിലും ഒന്ന് ദൈവത്തിന്റെ വഴിയിൽ കണ്ടെത്തുക എന്നുള്ളത്. അതേസമയം തന്നെ എന്റെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു. അത് ഈ ജീസസ് ഫ്രറ്റേണിറ്റി എന്ന് പറഞ്ഞൊരു സംരംഭമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ഉണ്ടല്ലോ. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ചിന്തിച്ചപ്പോൾ ഈ അവഗണിക്കപ്പെട്ട, പാർശ്വവൽക്കരിക്കപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് അത്തരം ബാല്യങ്ങളെ ഒന്ന് വളർത്തിയെടുക്കുക എന്നുള്ളൊരു വലിയൊരു ദൗത്യം ദൈവം, ഞാനും എന്റെ മാതാപിതാക്കളും ഈ ഭവനവുമായിട്ട് ബന്ധപ്പെട്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്നൊരു ചിന്തയിലേക്ക് ഞാൻ സാവധാനം എത്തുന്നു. അതുകൊണ്ട് ഇത്തരം ഒരർത്ഥത്തിൽ പറഞ്ഞാൽ സാറ് പറഞ്ഞ പോലെ ഒരു തലതിരിഞ്ഞ ചിന്ത ദൈവം അത് നേരെ എന്റെ തലയിലേക്ക് തരിക ചെയ്തെന്ന് ഞാൻ കരുതുന്നു. അച്ഛന്റെ ഈ വിചിത്രമായ ആശയത്തോട് മാതാപിതാക്കൾ എങ്ങനെയാണ് പ്രതികരിച്ചത്? പ്രത്യേകിച്ച് അവര് ഒരുപാട് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്ത ഈ സ്വത്തും വീടും എല്ലാം ഇതുവരെ തങ്ങൾക്ക് യാതൊരു പരിചയമില്ലാത്ത മക്കൾക്ക് വിട്ടുകൊടുക്കുന്ന ഒരവസ്ഥ.
അവിടെയാണ് വലിയൊരു സമർപ്പണം ഞാൻ കാണുന്നത്. ശരിക്കും അവർ വളരെ പോസിറ്റീവായിട്ട് ഇതിനോട് പ്രതികരിച്ചെന്നുള്ളതാണ് ഒരു അനുഗ്രഹം. സാധാരണഗതിയിൽ എനിക്ക് പോലും ഒരു വിഷമമായിരുന്നത് എങ്ങനെയാ അവതരിപ്പിക്കുക. എന്റെ മനസ്സിൽ ഇങ്ങനെയുള്ള ചിന്തകൾ എനിക്ക് ബോധ്യപ്പെട്ടെങ്കിലും മാതാപിതാക്കൾക്ക് അത് അതേപടി കിട്ടുമോ എന്നൊക്കെ ഉള്ളൊരു ആശങ്കയുണ്ടായിരുന്നു. പക്ഷെ അവർ വളരെ ക്രിയാത്മകമായിട്ട് അതിനോട് പ്രതികരിച്ചു. ഇതാ ദൈവത്തിന്റെ ഇഷ്ടമെങ്കിൽ അങ്ങനെ ആവട്ടെ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ വേദനയും നൊമ്പരവും ഒന്നും അതിനകത്ത് വരുന്നില്ല. ഒരു സമർപ്പണം എന്റെ ഭാഗത്തുനിന്ന് കാര്യമായിട്ട് ഇല്ല. പക്ഷെ അവരെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിന്റെ എല്ലാമാണ് അവര് കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയെടുത്തതെല്ലാം മറ്റൊരു നിയോഗത്തിന് വേണ്ടിയിട്ട് അവരൊരിക്കലും കണ്ടിട്ടില്ലാത്ത കുറെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് സമർപ്പിക്കുക എന്നൊക്കെ പറയുന്നതിനകത്തുള്ള വലിയൊരു ത്യാഗം നിറഞ്ഞ സമർപ്പണമുണ്ട്. സ്നേഹദീപത്തിന്റെയും അതുപോലെ ഈ ഭവനത്തിന്റെ എല്ലാം പിറകിലുള്ള വലിയ ഒരു ത്യാഗം എന്നൊക്കെ പറയുന്ന അതാണ്. അവരുടെ ജീവിത സമർപ്പണമാണ്. അത് ദൈവത്തിന്റെ ഒരു വലിയ ഇടപെടൽ അവരുടെ ജീവിതത്തിൽ ഉണ്ടായി. അതുകൊണ്ട് അവരെക്കുറിച്ചുള്ള നിയോഗം തിരിച്ചറിഞ്ഞ് സമ്മതം മൂടുകയായിരുന്നു. പൂർണ്ണമായ സമ്മതം. അതിനകത്ത് ഒരു വിഷമവും അവർ കാണിച്ചില്ല. അത് മാത്രമല്ല, ഇച്ചാച്ചനാണെങ്കിൽ അതിനെ സംബന്ധിച്ചിടത്തോളം എന്ന് ഇത് എഴുതി കൊടുക്കണമോ നിരുപാധികം അന്ന് തന്നെ എഴുതി കൊടുക്കാൻ തയ്യാറായിരുന്നു. ഒരു ദിവസം പോലും അതിനു വേണ്ടിയിട്ട് മാറ്റിവെക്കാനോ ഒന്നുകൂടെ ആലോചിച്ച് 3-4 പേരോട് ചോദിച്ചിട്ട് ചെയ്യാം അങ്ങനെയുള്ള ഒരു ചിന്തകൾ. ഞാൻ പോലും അത്ഭുതപ്പെട്ടു പോയി. എങ്ങനെ ഇത്ര പെട്ടെന്ന് ഇച്ചാച്ചനും അമ്മച്ചിക്കും ഒക്കെ ഈ ഒരു തീരുമാനത്തിലേക്ക് എത്താനായിട്ട് പറ്റി. അത് ദൈവത്തിന്റെ വലിയൊരു അനുഗ്രഹവും ദൈവത്തിന്റെ പ്രവർത്തനവുമായിരുന്നു. പരിശുദ്ധാത്മാവ് നയിച്ചതാണെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. ലോകത്തിന്റെ ദൃഷ്ടിയിൽ നിന്നുള്ള ഒരു ചോദ്യം, അതായത് കുറച്ച് സെന്റുകൾ അല്ലെങ്കിൽ 1-2 മുറികളെങ്കിലും സ്വന്തമായിട്ടൊന്ന് കരുതി വെക്കണ്ടായിരുന്നു. എനിക്ക് വാസ്തവത്തിൽ ആ പ്രലോഭനം ഉണ്ടായി. മുറികൾ എന്നതിനേക്കാൾ ഉപരി എന്തെങ്കിലും ഒരു ഭാഗം, സ്വത്തിന്റെ ഒരു ഭാഗം സ്വന്തമായിട്ടൊന്ന് എന്റെ പേരിൽ തന്നെ കിടക്കട്ടെ എന്നൊരു ചിന്ത, അത് വാസ്തവത്തിൽ എന്റെ മനസ്സിലുണ്ടായതിനേക്കാൾ ഉപരിയായിട്ട് മറ്റു പല ആളുകളും, സ്നേഹിതര്, വൈദികർ തന്നെ, അങ്ങനെയുള്ളവരൊക്കെ ചിലരൊക്കെ എന്നോട് സ്നേഹത്തോടുകൂടി പറഞ്ഞിട്ടുണ്ട്, അത് പിന്നീട് എന്തെങ്കിലും ഒന്ന് നിനക്ക് നിന്റേതായിട്ടൊന്ന് വേണമെങ്കിൽ അത് ആവശ്യമല്ലേ, അതുകൊണ്ട് ബാക്കിയുള്ളത് കൊടുക്കാം, നല്ല കാര്യം തന്നെ. ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഞാനും ചിന്തിച്ചു, ശരിയല്ലേ, ഒരുപക്ഷെ എനിക്കും എന്തെങ്കിലും ഒന്ന് എന്റെ സ്വന്തമായിട്ടൊന്ന് പറയാനായിട്ടുള്ളത് ഒരു ബലമല്ലേ എന്നൊരു ചിന്ത എന്റെ മനസ്സിൽ വന്നു. ഒരു സംഘർഷം ഇങ്ങനെ മനസ്സിലൂടെ കടന്നുപോയി. പക്ഷെ ഞാനിത് എന്നാലും എന്റെ മനസ്സിലൊരു തീരുമാനമായിട്ട് എടുത്തില്ല. അപ്പൊ ഇതിനെക്കുറിച്ചൊക്കെ പലരോടും ആലോചിച്ചു. പ്രത്യേകിച്ച് എന്റെ ചില സുഹൃത്തുക്കളായ വേദികരുണ്ട്, അവരോടൊക്കെ ചോദിച്ചു. പ്രത്യേകിച്ച് ഒരു കുറ്റിക്കലച്ചൻ, ജോർജ് കുറ്റിക്കലച്ചൻ എന്ന് പറയുന്ന ഒരു ആത്മീയ ഗുരുവാണ്. ആകാശപർവ്വകളുടെ അപ്പൻ എന്നൊക്കെ ഇന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വളരെ പ്രസിദ്ധനായ ഒരു ധ്യാനഗുരു. അദ്ദേഹം ഒരു സുഹൃത്താണ്. അദ്ദേഹത്തോട് ഞാൻ ഈ കാര്യത്തെക്കുറിച്ച് ആത്മാർത്ഥമായിട്ട് ചോദിക്കുന്നു, പല കാര്യങ്ങളും ചോദിക്കാറുണ്ട്. അപ്പൊ അച്ഛൻ എന്നോട് പൊടുന്നനവേ ഒരു ചോദ്യം ചോദിക്കുകയാണ്. എടാ, നീ ദൈവത്തിന് മുഴുവൻ കൊടുക്കുന്നുവെന്ന് ചിന്തിച്ചിട്ട്, ഇങ്ങനൊരു നിയോഗത്തിന് വേണ്ടിയിട്ട് സമർപ്പിക്കാൻ ആഗ്രഹിച്ചിട്ട് നിന്റെ പേരിലൊരു വിഹിതം മാറ്റിവെക്കുക എന്ന് പറയുന്നതിനകത്ത് ഒരു സമർപ്പണത്തിന്റെ കുറവുണ്ട്. കൊടുക്കുകയാണെങ്കിൽ മുഴുവൻ കൊടുക്കണം. എനിക്ക് ഭയങ്കര സ്ട്രൈക്കിംഗ് ആയി അത്. കാരണം ഞാൻ കൊടുക്കുന്നെന്ന് പറയും, അതേസമയം തന്നെ ഞാൻ എന്റേതായിട്ട് കുറച്ച് മാറ്റിവെക്കുകയും ചെയ്യുന്നതിനകത്തുള്ളൊരു വലിയ അപകടം, അല്ലെങ്കിൽ അതൊരു അരുതായ്മയാണ്. എന്നിട്ടൊരു ബൈബിൾ ഭാഗമൊക്കെ എടുത്ത് വായിച്ച അച്ഛന് എനിക്ക് ആ സന്ദേശം കൃത്യമായിട്ട് നൽകി. അവിടെ വെച്ച് ഞാൻ തീരുമാനിക്കുക, ദൈവത്തിന്റെ അനുഗ്രഹത്താലാണ് ആ തീരുമാനം എടുക്കുക, കൊടുക്കുമ്പോൾ മുഴുവനായിട്ട് കൊടുക്കുക. മാതാപിതാക്കളോട് പറഞ്ഞു, അവർക്ക് യാതൊരു വിഷമവും അക്കാര്യത്തില്ല. അവരെന്നേക്കാൾ ഉപരി ഈ കാര്യത്തിൽ പണ്ട് തന്നെ ഹൃദയം കൊണ്ടും മനസ്സുകൊണ്ടും വിട്ടുകൊടുത്തു കഴിഞ്ഞിരുന്നു. അപ്പൊ വലിയ സമർപ്പണം മാതാപിതാക്കളുടെ കാര്യത്തിലാണ് ഞാൻ കാണുന്നത് അവിടെ. അങ്ങനെയാണ് ഈ ഒരു വഴിയിലേക്ക് അത് വിട്ടുകൊടുക്കാനായിട്ടൊക്കെ ഇടയാകുന്നത്. മനുഷ്യൻ ദൈവത്തെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്നതിന്റെ പ്രതിഫലനം അവൻ എത്രത്തോളം തന്റെ സഹജീവികളെ സ്നേഹിക്കുന്നു എന്നതിലൂടെയാണ്. ഇത് തെളിയിച്ചത് ദൈവം ദാനമായി തനിക്ക് നൽകിയതെല്ലാം പങ്കുവെച്ചുകൊണ്ടാണ്. കാഞ്ഞിരപ്പള്ളി ഇഞ്ചിയാനിയിലെ പുളിക്കൽ ആന്റണി മറിയമ്മ ദമ്പതികളുടെ ഏകമകനായ ഫാദർ ജോസ് എ പുളിക്കൽ. നീണ്ട 20 വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് അച്ഛന്റെ ഇച്ചാച്ചനും അമ്മയ്ക്കും അച്ഛനെ കിട്ടുന്നത്. 20 വർഷം എന്ന് പറഞ്ഞാൽ ഒരു ദാമ്പത്യത്തിലെ ഏറ്റവും ദീർഘമായ ഒരു കാലഘട്ടമാണ്. ഒരുപാട് പ്രാർത്ഥനകളുടെയും ത്യാഗങ്ങളുടെയും ഒക്കെ നേർച്ചകളുടെയും ഒക്കെ ഫലമായിരിക്കും അച്ഛൻ, അല്ലേ? അത് ശരിയാണ്. കാരണം എന്റെ ഇച്ചാച്ചനും അമ്മച്ചൊക്കെ അക്കാര്യം എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നീണ്ട നാളത്തെ ഒരു വലിയ കാത്തിരിപ്പും പ്രാർത്ഥനയും ഒക്കെ ഉണ്ട് എന്ന കാര്യം ഒത്തിരി സന്തോഷത്തോടെ ഞാൻ ഓർക്കുന്നു. പക്ഷെ എനിക്ക് മുമ്പ് ഒരു 10-18 വർഷം കഴിഞ്ഞപ്പോഴേ ഒരു കുട്ടി ജനിച്ചിരുന്നു. ദാമ്പത്യത്തിന്റെ 18 വർഷം കഴിഞ്ഞ്. അപ്പൊ ആ കുട്ടി ഒരു 2 മാസം കഴിഞ്ഞിട്ട് മരിച്ചുപോയി. പിന്നെയും 2-3 വർഷം കൂടെ എങ്കിലും കാത്തിരുന്നതിന് ശേഷമാണ് എനിക്ക് ഈ ഭൂമിയിലേക്ക് ദൈവം കടന്നു വരാൻ അനുവാദം തന്നത്. ഒരുപക്ഷെ വല്യപ്പനും വല്യമ്മയും ഒക്കെ ഉള്ള ഒരു കൂട്ടുകുടുംബമായിരുന്നില്ലേ ഇത്? അപ്പൊ തീർച്ചയായിട്ടും കുടുംബാംഗങ്ങൾ മൊത്തം പ്രാർത്ഥനയോടുകൂടി കാത്തിരുന്നിട്ടുണ്ടാവും അച്ഛന്റെ ഒരു ജനനത്തിന് വേണ്ടി, അല്ലെ? അതിനു മുമ്പുള്ള ഈ ചരിത്രത്തെ കുറിച്ചൊക്കെ അച്ഛൻ കേട്ടിട്ടുണ്ടോ? തീർച്ചയായിട്ടും. അമ്മച്ചി എന്നോട് പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും ഇങ്ങനെ പല കാര്യങ്ങളും. ദൈവത്തിന്റെ ഒരു വലിയ കൃപ, പ്രാർത്ഥനയുടെ ഒരു വലിയ അന്തരീക്ഷം ഈ കുടുംബത്തിലുള്ളതുപോലെ എന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. തന്നെയല്ല, വല്യമ്മ ഒത്തിരി പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരുന്നു. വല്യപ്പനെ ഞാൻ കണ്ടിട്ടില്ല. വല്യപ്പൻ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മരിച്ചുപോയ ആളാണ്. പക്ഷെ വല്യമ്മ, എനിക്കൊരു 6 വയസ്സെങ്കിലും ഉള്ളപ്പോഴാണ് വല്യമ്മ മരിക്കുന്നത്. വല്യമ്മയ്ക്കൊരു സ്വപ്നം ഉണ്ടായി എന്നൊക്കെ അമ്മച്ചി പറയാനിടയായി.
അതൊക്കെ ദൈവത്തിന്റെ ഒരു നിയോഗവും പദ്ധതിയുമായിട്ട് ഞാൻ ഇന്ന് പിന്തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് കാണാൻ പറ്റും. ദൈവം തന്റെ പദ്ധതിയിലെല്ലാം കാത്തു സൂക്ഷിക്കുന്നത് പോലെ. വല്യമ്മയുടെ സ്വപ്നം ഇങ്ങനെയായിരുന്നു. ഞാൻ ജനിക്കുന്നതിന് മുമ്പ്, അതായത് എനിക്ക് മുമ്പ് ജനിച്ച കുട്ടിയും ജനിക്കുന്നതിന് മുമ്പ് വല്യമ്മ ഒരു രാക്കിനാവിൽ ഇങ്ങനെ കാണുന്നു. ദൈവം പറയുന്നത് പോലെ മക്കളെ തരും, ആദ്യത്തതിനെ തമ്പുരാൻ എടുക്കും, രണ്ടാമത്തതിനെ വളർത്താൻ തരും. ഇങ്ങനെയായിരുന്നു സ്വപ്നം. അത് കഴിഞ്ഞ് വല്യമ്മേത് ആദ്യം അമ്മച്ചിയോടോ മറ്റാരോടും പറയുന്നില്ല. ആദ്യത്തെ കുഞ്ഞ് മരിച്ചതിന് ശേഷമാണ് ഇങ്ങനെ പറയുന്നത്, രണ്ടാമത്തതിനെ വളർത്താൻ തരും. അപ്പൊ അമ്മച്ചി പിന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, രണ്ടാമത്തതിനെ വളർത്താൻ തന്നു, അതിനുശേഷം ദൈവം തമ്പുരാന്റെ വഴിയിലേക്ക് വിളിച്ചു വന്നു. ദിവസത്തിന് കല്യാണം കഴിഞ്ഞ് 22 കൊല്ലമായി. പിന്നെ ഉണ്ടാകുന്നത് 20 വർഷമായപ്പോ ഉണ്ടായ ആള് ഒരു കൊച്ചു മരിച്ചു പോയതാ. മൂത്തയാള് മരിച്ചു. അത് 2 കൊല്ലം കഴിഞ്ഞുള്ള ദിവസത്തെ ദിവസത്തിനുണ്ടാകുന്നെങ്കിൽ 2-3 പള്ളിക്ക് നേർച്ചയൊക്കെ നേർന്നു. ഞാൻ നിത്യസമാധാന്റെ നൊവേന 9 ശനിയാഴ്ച പോയി കൂടി പ്രാർത്ഥിച്ചു. അങ്ങനെയൊക്കെ ദിവസത്തിനുണ്ടായത്. മാതാവിന്റെ പുത്രനാണ്. മാതാവിനോട് പ്രത്യേകം പ്രാർത്ഥിച്ചു ഉടനെ തന്നെ ഗർഭിണിയായി. ദൈവത്തിന്റെ പദ്ധതിയും നിയോഗവും ഒക്കെ എല്ലാവരെയും കുറിച്ചും ഇങ്ങനെ മുൻകൂട്ടി ഉണ്ട് എന്നൊരു വലിയ സത്യം ഓർമ്മപ്പെടുത്തുന്ന പോലെ എനിക്കത് അനുഭവപ്പെടുന്നു. പലപ്പോഴും ബൈബിളിലൊക്കെ വായിച്ചതുപോലെയുള്ള വിചിത്രമായ സ്വപ്നങ്ങൾ പോലെ ഒരു സ്വപ്നം എന്ന് തോന്നുന്നു. അങ്ങനെ വേണമെങ്കിൽ പറയാം. എല്ലാ മനുഷ്യരെ കുറിച്ചും ദൈവത്തിന് പദ്ധതിയും പ്ലാനും ഉണ്ട് എന്നുള്ളൊരു ചിന്ത. എങ്ങനെയായിരുന്നു വീട്ടിലെ പ്രാർത്ഥനാ അന്തരീക്ഷം? ആദ്യ കാലഘട്ടങ്ങളിലെ ഒരു പ്രാർത്ഥനയുടെ അന്തരീക്ഷം എങ്ങനെയായിരുന്നു? ഒത്തിരി പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബാന്തരീക്ഷം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഒരു സത്യം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കുർബാനയിൽ പങ്കെടുക്കാൻ പോകും. വൈകുന്നേരം ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കും. ഞങ്ങൾ 3 പേരേ ഉള്ളൂ. വല്യപ്പനും വല്യമ്മ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അപ്പൊ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം പച്ചകടാതെ എന്റെ മനസ്സിൽ എപ്പോഴും ഓർമ്മയിലുണ്ട്. ഈ സന്ധ്യാപ്രാർത്ഥനകൾ ഒരു വ്യക്തിയുടെ പ്രാർത്ഥനാ ജീവിതത്തിന്റെ അടിസ്ഥാനം വിടുന്ന സന്ധ്യാപ്രാർത്ഥനകളാണ്. ഒരുപക്ഷെ വീടിന്റെ കുർബാനകൾ എന്ന് വേണമെങ്കിൽ നമുക്ക് സന്ധ്യാപ്രാർത്ഥനകളെ വിളിക്കാം. പണ്ടത്തെ സന്ധ്യാപ്രാർത്ഥനകളെയൊക്കെ മധുരിപ്പിക്കുന്ന ഓർമ്മകൾ അച്ഛന്റെ മനസ്സിലുണ്ടാവുമല്ലോ എപ്പോഴും. തീർച്ചയായിട്ടും. അത് ഞാൻ സൂചിപ്പിച്ചതുപോലെ സന്ധ്യയ്ക്ക് കൃത്യം സന്ധ്യമണി അടിക്കുന്ന സമയത്ത് തന്നെ പ്രാർത്ഥിക്കണമെന്നൊരു നിഷ്ഠ ഇച്ചാച്ചനുണ്ടായിരുന്നു. ഇച്ചാച്ചൻ പൊതുവെ പല കാര്യങ്ങളിലും ഒരു കൃത്യമായ കാഴ്ചപ്പാടും ദർശനമൊക്കെ ഉള്ള ആളാണ്. ഒരു ഉറപ്പുള്ള ഒരു നേച്ചറാണ്. അപ്പൊ എല്ലാ കാര്യങ്ങളും പ്രാർത്ഥനയുടെ കാര്യത്തിലാണെങ്കിലും കൃത്യം സന്ധ്യമണി അടിക്കുമ്പോൾ തന്നെ ഞങ്ങൾ 3 പേരും പ്രാർത്ഥിക്കാൻ എത്തിയിരിക്കണം. അത് ഒരു 3/4 മണിക്കൂർ സമയമെങ്കിലും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ച് സ്തുതി ചൊല്ലി അങ്ങനെ പോകുന്ന ഒരു സ്വഭാവമാണ് ഉണ്ടായിരുന്നത്. അമ്മച്ചിയാണെങ്കിലും കൃത്യമായിട്ട് പ്രാർത്ഥനയ്ക്ക് എത്തും. അങ്ങനെ പ്രാർത്ഥനയുടെ ഒരു അന്തരീക്ഷം കുടുംബത്തിൽ നന്നായിട്ടുണ്ടായിരുന്നു. അതൊക്കെ ആ സത്യത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രചോദനമായിട്ട് എനിക്ക് മാറിയിട്ടുണ്ടെങ്കിൽ ഇന്ന് ശക്തിയായി നിൽക്കുന്നത്. ഒരു വൈദികനാവാനായിട്ടുള്ള ആഗ്രഹം അതെന്നാ മനസ്സിൽ പറ്റിപ്പിടിച്ച് വളരാൻ തുടങ്ങിയത്? വളരെ ചെറുപ്പത്തിൽ തന്നെ? അത്ര അങ്ങ് ചെറുപ്പത്തിൽ എന്ന് പറയാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. കാരണം ഒരുപക്ഷെ ചെറുപ്പത്തിൽ ഒരു ഇമിറ്റേഷൻ എന്നൊക്കെ പറയുന്ന പോലെ ഇപ്പം വല്യമ്മ വീട്ടിലുണ്ട്. വല്യമ്മയെ കുമ്പസാരിപ്പിക്കാനായിട്ട് അച്ഛൻ വരുന്നു. അപ്പോൾ ആ ഉടുപ്പൊക്കെ ഇട്ട് വരുന്ന കാണുമ്പോൾ ഇതുപോലൊക്കെ ആകണമെന്നൊരു ആഗ്രഹം എന്നല്ലാതെ ഒരു കൃത്യമായ ഒരു കുട്ടിക്കുസൃതി എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റും. അതല്ലാതെ അങ്ങനെ ഒരു തീവ്രമായ ആഗ്രഹം എന്ന് പറയത്തില്ല. പിന്നെ സാവധാനം അതൊക്കെ മുമ്പോട്ട് പോയി കുറച്ചു കഴിഞ്ഞപ്പോഴത്തേനും ആ ആഗ്രഹവും അങ്ങോട്ട് ഇല്ലെന്നായി. ഒരു ഹൈസ്കൂൾ ലെവലിലൊക്കെ എത്തിക്കഴിഞ്ഞപ്പം എന്തായിരുന്നു പുതിയ ആഗ്രഹം? പുതിയ ആഗ്രഹം പഠിച്ച ഒരു ഡോക്ടർ ആവണം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നൊരു ചിന്തയിലേക്ക്. എന്താണ് ഡോക്ടർ ആവണമെന്നുള്ള ആഗ്രഹം തിരഞ്ഞെടുക്കാൻ കാര്യം? ഒരുപക്ഷെ സമൂഹത്തിന് ഒരുപാട് സേവനം ചെയ്യുന്ന ഒരു ഇത്, അല്ലെങ്കിൽ ഒരുപാട് ഗ്ലാമറസ് ഉള്ള ഒരു തൊഴിൽ. എന്തുകൊണ്ട് അതിലേത് കാര്യമാണ് അച്ഛനെ? എനിക്ക് തോന്നുന്നു രണ്ടും കൂടെ കൂടുതൽ ഒരു ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു പൊസിഷൻ, അതേസമയം തന്നെ എന്നാലും നന്മ ചെയ്ത് ജീവിക്കണമെന്ന് ആഗ്രഹം ഉള്ളിൽ കിടപ്പുണ്ടായിരുന്നു. വീട്ടിൽ നിന്നൊക്കെ കിട്ടിയ ആ ഒരു നല്ല ചിന്തയും ഒക്കെ രണ്ടും കൂടെ കൂടിയ ഒരു അവസ്ഥയാണ് എനിക്ക് തോന്നുന്നത്. എന്നാണ് ഈ മനസ്സിലെ ഡോക്ടർ മരിക്കുന്നത്? മനസ്സിലെ ഡോക്ടർ ഒരു രോഗം വന്നാണ് മരിക്കുന്നത്. എന്ത് രോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മഞ്ഞപ്പിത്തം വന്ന് ഡോക്ടർ മരിക്കുന്നു. ഓ, മഞ്ഞപ്പിത്തം വന്ന് ഡോക്ടർ മരിക്കുക. അതായത് എനിക്ക് തീവ്രമായ ആഗ്രഹം ഉണ്ടായിരുന്നു ഡോക്ടർ ആവണം. ദൈവാനുഗ്രഹത്തെ സാമാന്യമൊക്കെ പഠിക്കാനും തിരക്കേടില്ലായിരുന്നു. അങ്ങനെ പോകുന്ന വഴിയിൽ SSLC എക്സാം ഒക്കെ എടുത്തപ്പോഴത്തേനും തീക്ഷ്ണമായിട്ട് പഠിക്കാൻ തുടങ്ങി. ഒത്തിരി ആഗ്രഹിച്ച് രാത്രിയും പകലും ഒക്കെ ഇല്ലാതെ അങ്ങനെയൊക്കെ പഠിച്ചു. പിന്നെ അങ്ങനത്തെ പരീക്ഷ എടുത്തു കഴിഞ്ഞപ്പോഴത്തേനും വലിയൊരു ഛർദിയും പനിയെല്ലാം അങ്ങോട്ട് വന്നു. അടുത്ത ദിവസം ആയപ്പോഴത്തേനും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവേണ്ടി വന്നു. അപ്പൊ ഹോസ്പിറ്റലിൽ ഇങ്ങനെ അഡ്മിറ്റ് ആയ സമയത്ത് അവിടെ നിന്ന് പോയി പരീക്ഷ എഴുതേണ്ട ഒരു അവസ്ഥ ഉണ്ടാവുകയാണ്. അഡ്മിറ്റ് ആയപ്പോൾ മഞ്ഞപ്പിത്തം വളരെ കഠിനമായ രീതിയിൽ എത്തിയിരിക്കുന്നു എന്ന് ഡോക്ടർ പറഞ്ഞു. ഇനി പരീക്ഷയ്ക്ക് പോകാൻ പാടില്ല എന്ന് വിലക്കി. പക്ഷെ എനിക്കൊരു നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നു, എങ്ങനെയെങ്കിലും പരീക്ഷ എഴുതണം, പഠിച്ചതല്ലേ ഇത്രയൊക്കെ, എങ്കിലും ശരിക്കും പഠിച്ചെന്ന് പറയാനും പറ്റുകയില്ല. ഞാൻ നിർബന്ധിച്ചു. അവസാനം ഡോക്ടർ സമ്മതിച്ചു, പരീക്ഷ എഴുതാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇവിടുന്ന് വണ്ടിക്ക് പോയി എഴുതി പരീക്ഷാ ഹാളിൽ ജ്യൂസ് ഒക്കെ ഇടയ്ക്ക് കഴിക്കണം, അങ്ങനത്തെ ഒരു അവസ്ഥ. ഫസ്റ്റ് ക്ലാസ് ഒക്കെ പ്രതീക്ഷിച്ചെങ്കിൽ പോലും എനിക്ക് ഈ സാഹചര്യം ഇനി പഠിക്കാൻ പറ്റുന്നില്ല. അങ്ങനെയൊക്കെ സെക്കൻഡ് ക്ലാസ് ആയിപ്പോയി. അങ്ങനെ ഡോക്ടർ അവിടെ മരിക്കുന്നു. പിന്നെ കോളേജ് ജീവിതം മറ്റൊരവസ്ഥ. ഒരുപക്ഷെ ആ മഞ്ഞപ്പിത്തം ഈ ജീവിത വഴിയിലെ ഒരു വലിയ വഴിത്തിരിവാണ് എന്ന് വേണേൽ നമുക്ക് പറയാം, അല്ലെ?
ദൈവത്തിന്റെ ഒരു വലിയ ഇടപെടലാണ് എന്ന് എനിക്ക് തോന്നുക. ഒരുപക്ഷെ അല്ലെ എന്റെ ചിന്തകൾ മറ്റു വഴിയിലേക്ക് തിരിഞ്ഞു പോയേക്കാം. ദൈവത്തിന് എന്നെ ആവശ്യമുണ്ടായിരുന്നത് കൊണ്ട്, തമ്പുരാൻ എന്നെ കുറിച്ചുള്ള പദ്ധതി മനസ്സിൽ എന്നും ഉണ്ടായിരുന്നത് കൊണ്ട്, ദൈവത്തിന്റെ വഴിയിൽ ഞാൻ എന്നും ഈ തരത്തിലേക്ക് നീങ്ങണമെന്ന് ദൈവം ആഗ്രഹിച്ചതുകൊണ്ട്, അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ നിന്നെ ഞാൻ വിളിച്ചു എന്നൊക്കെയുള്ള ദൈവവചനം പോലെ തന്നെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവം ഇടപെടുന്നത് അനാദിയിലെ തന്നെയാണ്. ദൈവത്തിന്റെ നിയോഗവും വിളിയും പദ്ധതിയും ഒക്കെ എന്ന സത്യം ഞാൻ അനുഭവിച്ചറിയായിരുന്നു. ഇന്ന് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാവും എല്ലാവരുടെയും കാര്യത്തിൽ ഇങ്ങനെ തന്നെയാണ്. ഇതൊരു കാരണമായിട്ട് മാറി, ദൈവത്തിന്റെ വലിയ കൃപയുടെ ഒരു അടയാളമായിട്ട് ഈ രോഗം മാറി എന്നൊക്കെയുള്ളതാണ് ഒരു സത്യം എന്ന് ഇന്ന് ഞാൻ സന്തോഷത്തോടും അഭിമാനത്തോടും കൂടി അത് നോക്കിക്കാണുന്നു. പിന്നെ 4th ഗ്രൂപ്പ് എടുത്ത് അക്കൗണ്ടൻസിയുടെയും ബിസിനസ് സ്റ്റഡീസിന്റെയും 70കളുടെ ഒരു വലിയൊരു ആരവങ്ങളുടെ ഒരു ക്യാമ്പസിലേക്കുള്ള ഒരു യാത്ര. അതെ. അപ്പൊ ആ സമയത്ത് മറ്റു ചില ആഗ്രഹങ്ങളൊക്കെ മനസ്സിൽ കൂടിയേറി വേറൊരു പ്രസ്റ്റീജിയസ് ആയിട്ടുള്ളൊരു പൊസിഷനിലേക്കൊക്കെ വളരണം എന്ന ചിന്തയിലൊക്കെ ആയിരുന്നു കോളേജിലെ ആദ്യ നാളുകളൊക്കെ. കലാലയ ജീവിതം ഊർജ്ജസ്വലവും ഉത്സവോന്മുഖവുമായ ഒരു ഘട്ടമാണ്. സ്വതന്ത്രരാക്കപ്പെട്ടുവെന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്ന കാലം. പക്ഷേ ഇവിടെയാണ് യുവജനങ്ങൾ അവരുടെ വ്യക്തിത്വമെന്തെന്ന് സ്വയം കണ്ടെത്തുന്നത്. കാഞ്ഞിരപ്പള്ളിയിലെ സെന്റ് ഡൊമിനിക്സ് കോളേജ്. ഒരുപക്ഷെ അച്ഛൻ ദൈവത്തോട് കൂടുതൽ അടുത്തത് ഇവിടെ വെച്ചായിരിക്കും. കാഞ്ഞിരപ്പള്ളി സെന്റ് ഡൊമിനിക്സ് കോളേജ് ഒരു പക്ഷേ ഇടുക്കി, കോട്ടയം ജില്ലകളുടെ വിദ്യാഭ്യാസ ഭൂപടത്തിൽ വളരെ ശ്രദ്ധേയമായ ഒരു സ്ഥാനം നേടിയ കലാലയം. മാത്രമല്ല 70കളും 80കളും ഒക്കെ അച്ഛൻ്റെ പ്രീ ഡിഗ്രി പഠനകാലം വളരെ പ്രക്ഷുബ്ധമായ ഒരു കലാലയ അന്തരീക്ഷം ഉണ്ടായിരുന്ന സമയമാണ്. ഈ കാലഘട്ടത്തിലെ കോളേജ് അനുഭവങ്ങൾ എങ്ങനെയായിരുന്നു? വാസ്തവത്തിൽ ഇവിടെ വന്ന എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യത്യസ്തമായിരുന്നു എല്ലാ അനുഭവങ്ങളും. സ്കൂൾ ജീവിതവുമായിട്ട് വ്യത്യസ്തമായ ഒരു അന്തരീക്ഷം, ആളുകൾ. എങ്കിൽ പോലും ചില ചിന്തകൾ ഇവിടെയാണ് മുളച്ചു പൊന്തിയത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ഡോക്ടറാകുക എന്നുള്ള ചിന്തയും ആ താല്പര്യങ്ങളും ഒക്കെ അങ്ങോട്ട് മാറ്റി മറ്റൊരു വഴിയിലേക്ക്, എന്തെങ്കിലും ഒരു ഉയർന്ന നിലയിലേക്ക് ഒരു ജോലിയൊക്കെ സമ്പാദിച്ച് അങ്ങനെ പോകണ ഒരു ചിന്തയിലൊക്കെ തുടങ്ങിയെങ്കിലും പിന്നീട് അങ്ങോട്ട് വന്നപ്പോഴത്തേനും എന്റെ ചില വായനകള്, ചില സൗഹൃദങ്ങള്, ചില ബന്ധങ്ങള്, ഒരുപക്ഷെ ഇവിടെ അത് പ്രതീക്ഷിക്കാത്ത സാഹചര്യമാണെങ്കിൽ പോലും ദൈവം കൊണ്ട് തന്നതുപോലെയുള്ള ചില പ്രത്യേക സാഹചര്യങ്ങൾ എന്നെ മറ്റൊരു തരത്തിലേക്ക് മാറ്റി ചിന്തിപ്പിച്ചു. എന്തായിരുന്നു ഈ വായനാനുഭവങ്ങൾ എന്ന് പറയുന്നത്? ഞാൻ ചില ഇടവേളകളിലൊക്കെ ലൈബ്രറിയിലൊക്കെ ഇരുന്ന് വായിക്കാറുണ്ട്. പക്ഷെ എന്നെ പ്രധാനമായിട്ട് സ്വാധീനിച്ചത് 1-2 ജീവചരിത്രങ്ങളാണ് വിശുദ്ധരുടെ. പ്രത്യേകിച്ചും അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിന്റെ ഒരു ലൈഫ് ഹിസ്റ്ററി. അത് ഞാൻ അറിയാതെ തന്നെ അതിലേക്ക് അങ്ങോട്ട് കയറിപ്പോയി. ഞാൻ അറിയാതെ തന്നെ വലിച്ചുകൊണ്ട് വരുന്നത് പോലത്തെ ഒരു അനുഭവം, ദൈവം അതിലൂടെ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നതുപോലത്തെ ഒരു അനുഭവം. എന്തുകൊണ്ടാണ് ഫ്രാൻസിസ് അസീസിയുടെ ജീവചരിത്രം ഇത്രമാത്രം ഹൃദ്യമായി അനുഭവപ്പെട്ടത്? ഒരു പക്ഷേ വളരെ റാഡിക്കലായിട്ടുള്ള ഒരു ജീവിതം നയിച്ച ഒരു വിശുദ്ധനായിരുന്നു ഫ്രാൻസിസ് അസീസി. അതുകൊണ്ടാണോ കുഷ്ഠരോഗിയെ ചുംബിച്ച് ക്രിസ്തുവാക്കി മാറ്റുന്ന അത്ഭുതങ്ങളൊക്കെ? അസീസിലെ ഫ്രാൻസിസ് ഒരു അത്ഭുത മനുഷ്യനായിട്ട് തന്നെയാണ് എനിക്കും അനുഭവപ്പെട്ടത്. അദ്ദേഹം ഒരുപാട് ആളുകളെ സ്വാധീനിച്ചിട്ടുണ്ട്, അതിനൊരു സംശയമില്ല. ഒരു കാലഘട്ടത്തിന്റെ ചിന്തകളെ, യൂറോപ്പിന്റെ ആ ചിന്താധാരകളെ പോലും മാറ്റിമറിച്ച ഒരു വ്യക്തിത്വമായിരുന്നു ഫ്രാൻസിസ് അസീസിയുടേത്. ഒരു സാധാരണ ജീവിതത്തിൽ നിന്നുമാണ് അദ്ദേഹം അങ്ങനെ ഉയർന്നു വന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രഭുകുമാരനൊക്കെ ആയിരുന്നെങ്കിലും പിന്നീട് അങ്ങോട്ട് വെറും സാധാരണക്കാരിൽ സാധാരണക്കാരനായി മാറുന്നു. ഒന്നുമില്ലാത്തവനും ഒന്നുമല്ലാത്തവനുമായി മാറുന്നു. ദാരിദ്ര്യം അതിന്റെ ഏറ്റവും അങ്ങേയറ്റത്തേക്ക്, ദാരിദ്ര്യത്തെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി സ്വീകരിച്ചുകൊണ്ട് പരിപൂർണമായിട്ടും ദൈവത്തിന്റെ പരിപാലനയിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിത്വം. അപ്പൊ ദൈവത്തിന്റെ പരിപാലനയിലുള്ള വലിയ ആശ്രയബോധം, തമ്പുരാന്റെ മുമ്പിൽ കൈവിട്ടു നിൽക്കുന്ന ഒരു മനുഷ്യനെ പോലെ ഒരു വ്യക്തിത്വം. ആ വ്യക്തിപ്രാഭവം, സമർപ്പണം, ദൈവപരിപാലനയുടെ ആശ്രയബോധം, വിശ്വാസത്തിന്റെ വലിയ ഒരു കൊടുമുടി പോലെ ഉയർന്നു നിൽക്കുന്ന ഒരു വ്യക്തി. ഇങ്ങനെ എന്തൊക്കെയോ, എന്താണെന്ന് കൃത്യം എനിക്ക് പറയാൻ തന്നെ പറ്റുന്നില്ല, ഇങ്ങനെ എന്തൊക്കെയോ എന്നെ വല്ലാതെ സ്വാധീനിച്ചു. പക്ഷെ ഞാനിവിടുത്തെ നിൽക്കുന്നു, ഞാൻ ഒന്നുമല്ല എന്ന കാര്യം, ഞാൻ എങ്ങും എത്തിയിട്ടുമില്ല, ഇതൊക്കെ എനിക്ക് അറിയാമെങ്കിൽ പോലും എന്നെ ചലിപ്പിച്ചത്, എന്നെ പിന്നെ മുൻപോട്ട് നയിച്ചത് ആ വ്യക്തിയുടെ ഒരു വലിയ ദർശനമാണ്. അതുപോലെ തന്നെ വിശുദ്ധ തോമസ് അക്വീനാസ്, വലിയൊരു പണ്ഡിതനായ വിശുദ്ധൻ, ദൈവശാസ്ത്രജ്ഞൻ, ഒരു വലിയ ഫിലോസഫർ, വലിയ വിശുദ്ധൻ. അദ്ദേഹത്തിന്റെ ലൈഫ് ഹിസ്റ്ററി എന്നെ ഒത്തിരിയേറെ സ്വാധീനിച്ചു. ഇങ്ങനെയുള്ള കുറെ പുസ്തകങ്ങൾ കോളേജ് ലൈബ്രറിയിൽ നിന്നൊക്കെ ഞാനും എന്റെ ഒരു സുഹൃത്ത് തോമസും, അദ്ദേഹത്തിന് ഒരു വൈദികനാകണമെന്ന് ആഗ്രഹമുള്ള വ്യക്തിയായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ അത് വായിക്കുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. ഒരുപക്ഷെ ഈ കൂട്ടുകൂടൽ, തോമസുമായിട്ടുള്ള ഈ കൂട്ടുകൂടൽ നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു ഗതി തന്നെ മാറ്റിമറിച്ചു, രണ്ടുപേരുടെയും. തീർച്ചയായിട്ടും. ഒരു കുസൃതി ചോദ്യം. സാധാരണഗതിയിൽ ഈ കുട്ടികളൊക്കെ, കോളേജ് കുട്ടികളൊക്കെ ക്ലാസ് കട്ട് ചെയ്ത് ചിലയിടത്തൊക്കെ പോയി ഇരിക്കാറുണ്ട്. അവർക്ക് ഇരിക്കാനുള്ള ചില കോർണർ തന്നെ ക്യാമ്പസുകളിലുണ്ട്. സത്യം പറ, അച്ഛൻ ക്ലാസ് കട്ട് ചെയ്ത് ഇരിക്കാറുള്ള കോർണറുകൾ എവിടെയായിരുന്നു? കട്ട് ചെയ്യണമെന്നൊക്കെ ആഗ്രഹം തോന്നിയിട്ടുണ്ടെങ്കിൽ അങ്ങ് ധൈര്യം വന്നില്ല. എങ്കിലും വേറൊരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ് കട്ട് ചെയ്യാതെ തന്നെ ചില
കട്ടുകൾ നടന്നിട്ടുണ്ട്. എന്തോ ദൈവം തന്നൊരു വലിയ പ്രചോദനം എന്ന വിധം ഞങ്ങൾ രണ്ടുപേരും മാറിയിരുന്ന് ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു ദേവാലയമുണ്ട്, ഇടവക ദേവാലയം. അവിടെ പോയിരുന്ന ചില ഇടവേളകളിലെങ്കിലും ഞങ്ങളുടെ ദൈവവിളി കണ്ടെത്താൻ, ദൈവം ഞങ്ങളിൽ നിന്ന് എന്താ ആഗ്രഹിക്കുന്നത് എന്ന് തിരിച്ചറിയാൻ വേണ്ടി വളരെ തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെയും ഈ പുസ്തകങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ഞങ്ങളുടെ വിളിയെക്കുറിച്ചുള്ളൊരു അന്വേഷണമായിട്ട് ഏതാണ്ട് ഒരു 2ാം വർഷത്തിലേക്ക് കടന്നപ്പോഴാണ് ഇങ്ങനൊരു ചിന്തയിലേക്ക് മനസ്സ് മാറുന്നത്. അതോടൊപ്പം തന്നെ തൊട്ടടുത്തൊരു മൈനസ് സെമിനാരിയുണ്ട്. ആ സെമിനാരിയെക്കുറിച്ചുള്ള ചിന്തകളും വാസ്തവത്തില് ദൈവവിളിയുമായിട്ട് ബന്ധപ്പെട്ട് ചിന്തിച്ച് മുമ്പോട്ട് പോകാൻ ഒരു പ്രേരകമായി മാറി. ഇത് സത്യത്തിൽ ഒരു വലിയ വഴിത്തിരിവല്ലായിരുന്നു, അല്ലെങ്കിൽ ഒരു വഴിമാറലുണ്ടായിരുന്നു. തീർച്ചയായിട്ടും മുഖ്യധാര സമൂഹം അല്ലെങ്കിൽ വിദ്യാർത്ഥി സമൂഹം നടന്നു പോകുന്ന ഒരു ട്രാക്കിൽ നിന്ന് മാറിപ്പോവുക. സത്യത്തിൽ അങ്ങനെ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ തോമസും അച്ഛനും? അങ്ങനെ ഉണ്ടായതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞങ്ങളുടെ ക്ലാസ്സിലൊക്കെ എല്ലാവരുമായിട്ട് ബന്ധപ്പെട്ട് പോകാനും ആ ഒരു റിലേഷൻഷിപ്പ് ഒക്കെ കീപ്പ് ചെയ്യാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഞങ്ങളുടെ ആരുടെയും എന്റെയോ ആ സുഹൃത്തിന്റെയോ ഒന്നും പ്രത്യേക കഴിവോ വലിയൊരു ത്യാഗമോ സമർപ്പണമോ ഒന്നുമല്ല. ദൈവം ഞങ്ങളുടെ മനസ്സിൽ തന്ന ഒരു ശക്തമായ പ്രചോദനം, അത് ദൈവത്തിന്റെ കൃപയും അനുഗ്രഹവും വിളിയും നിയോഗവും ഒക്കെ ആയിട്ട് മാത്രമേ എനിക്ക് കാണാൻ പറ്റുന്നുള്ളൂ. അല്ലെങ്കിൽ പിന്നെ എന്നെ വേറൊരു വഴി കൂടെ തിരിച്ചു കൊണ്ടുവന്ന് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് മറ്റൊരു ചിന്തയിലേക്ക് പെട്ടെന്ന് കൊണ്ടുവരിക, ദൈവം ഇടപെട്ടു എന്നുള്ളതല്ലാതെ അതിനകത്ത് വേറൊരു വലിയ മഹത്വമോ പുണ്യമോ ഒന്നും എനിക്ക് ഉണ്ടെന്ന് പറയാനായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോഴും അത് അങ്ങനെ തന്നെ ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ അച്ഛ, ഇത് വളരെ വിചിത്രമായ അല്ലെങ്കിൽ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു നിയോഗമല്ലേ? കാരണം തോമസിന്റെ അവസ്ഥ പോലെ ആയിരിക്കില്ല ഒരുപക്ഷെ അച്ഛന്റെ അവസ്ഥ എന്ന് പറയുന്നത്. കാരണം വീട്ടിൽ അച്ഛന്റെ മാതാപിതാക്കൾക്ക് വളരെ നാളത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം അച്ഛനെ കിട്ടുന്നു. അപ്പോൾ ഈ ഒറ്റപുത്രൻ എന്നുള്ള ഒരു പ്രതിബന്ധം ദൈവവിളിയുടെ വഴിയിലെ ഏറ്റവും വലിയൊരു പ്രതിബന്ധമായിരുന്നില്ലേ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെ. പക്ഷെ ദൈവം വിളിച്ചെങ്കിൽ ദൈവം അതിനൊരു വഴിയും കണ്ടെത്തുമെന്നൊരു വലിയ ഒരു ഉറപ്പ് എന്റെ ജീവിതത്തിൽ സാവധാനം കിട്ടി തുടങ്ങി. നമ്മുടെ കഴിവ് കൊണ്ടോ നമ്മുടെ ചിന്താശക്തി കൊണ്ടോ ഒന്നും അതിനൊരു സൊല്യൂഷൻ കൃത്യമായിട്ട് കാണാൻ പറ്റില്ലെങ്കിലും ദൈവം എന്നെ ഈ വഴിക്ക് വിളിച്ചിട്ടുണ്ടെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു വരുമ്പോൾ തീർച്ചയായിട്ടും അതിനൊരു വഴിയും ദൈവം ഒരുക്കുമെന്നൊരു ചിന്ത എന്റെ മനസ്സിൽ സാവധാനം അങ്ങ് ഉറച്ചു. അതുകൊണ്ട് ഈ വഴിക്ക് തന്നെയാണ് കർത്താവ് എന്നെ വിളിക്കുന്നത് എന്ന് ഞാൻ ചിന്തിച്ചു തുടങ്ങി. അത് എങ്ങനെയത് പൂർത്തിയാവുമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ വിളിക്കുന്നുണ്ട് എന്ന് കൂടുതൽ ആഴത്തിൽ ബോധ്യപ്പെട്ട് വരുംതോറും ഒരു വഴിയും തുറക്കുമെന്നൊരു ചിന്ത ഇങ്ങനെ മനസ്സിലേക്ക് ഉയർന്നു വന്നു. അതുകൊണ്ട് എനിക്കൊരു ധൈര്യം കിട്ടി. അത് എന്റെ ഒരു വ്യക്തിപരമായ ധൈര്യമോ എന്തെങ്കിലും ഒരു കഴിവോ സിദ്ധിയോ ഒന്നുമല്ല. ദൈവം ഇടപെട്ടു, ദൈവം നയിച്ചു. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഉറച്ചു നിൽക്കാൻ സാധിച്ചു. അത്രേ അതിനെക്കുറിച്ച് പറയാൻ പറ്റുള്ളൂ. ആ ദിവസം വളരെ പ്രധാനപ്പെട്ടതായിരുന്നല്ലേ? 20 വർഷത്തെ കാത്തിരിപ്പിന്റെ ആൾരൂപം. അവനൊന്ന് വളർന്നിട്ട് വേണം വീടിനൊരു തണലാവണമെന്ന് ആഗ്രഹിച്ച ഇച്ചാച്ചൻ, എന്നും ഒരു വാത്സല്യമായിട്ട് അവൻ കൂടെ ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ച അമ്മ, ഇവരോട് ആദ്യമായിട്ട് ഈ വിവരം ചെന്ന് പറയുന്ന ആ ഒരു രംഗം ഇപ്പോൾ ഓർമ്മയിലുണ്ടോ? തീർച്ചയായിട്ടും അത് ഒത്തിരി 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 അതിനുവേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങിയ ഒരു ദിവസമായിരുന്നു. കാരണം ഇത് എങ്ങനെ അവതരിപ്പിക്കണം എന്നതിനെ കുറിച്ച് എനിക്ക് ഒരു എത്തും പിടിയും കിട്ടുന്നില്ലായിരുന്നു. കാരണം അവർക്ക് ഏറ്റവും വലിയൊരു ഷോക്കിംഗ് ന്യൂസ് ആയിട്ട് തന്നെ ഇത് അനുഭവപ്പെടുമല്ലോ. അപ്പൊ ഒത്തിരി സ്നേഹത്തോടെ അവര് നമ്മളെ കാണുന്നു. ഇങ്ങനൊരു ചിന്ത പോലും മനസ്സിലുള്ളതായിട്ട് അവർക്ക് അറിഞ്ഞുകൂടാ. പ്രാർത്ഥിക്കുകയും പള്ളിയിൽ പോവുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഇങ്ങനെ വൈദികനാകണമെന്നൊരു ചിന്ത ഉള്ളിൽ ഒരിടത്തും കിടപ്പുള്ളതായിട്ട് ഞാൻ ഇതുവരെയും പറഞ്ഞിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഞാനിത് പറയാൻ വേണ്ടിയിട്ട് ഒത്തിരിയേറെ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ഒരുങ്ങി. എന്നിട്ട് ഒരു ദിവസം ഒരു പ്രാർത്ഥനയ്ക്ക് ശേഷമാണിത് പൊതുവായിട്ട് പറയുന്നത്. പക്ഷെ അതിനു മുമ്പ് ഞാൻ അമ്മച്ചിയോട് നേരിട്ട് ഈ കാര്യമൊക്കെ ഒന്ന് പറഞ്ഞിട്ട് അമ്മച്ചിയുടെ ഒരു സപ്പോർട്ടോട് കൂടി ഇച്ചാച്ചനോട് പറയുക. കാരണം ഇച്ചാച്ചനോട് നേരിട്ട് പറയാനായിട്ട് എനിക്കൊരു ഭയവും എങ്ങനെ ഉണ്ടാവും പ്രതികരണം ഒന്നും അറിയില്ലാത്തതിന്റെ ഒരു വേവലാതിയും ഒക്കെ ഉണ്ടായിരുന്നു. അമ്മച്ചിയോട് ഈ കാര്യം ആദ്യം ഒത്തിരി സങ്കടപ്പെട്ട് തന്നെ പറഞ്ഞപ്പോൾ അമ്മച്ചി ഒരു ഉള്ളിലൊരു വിതുമ്പൽ ഒതുക്കിക്കൊണ്ട് എന്തൊക്കെയോ എന്നോട് പറഞ്ഞു. എങ്കിലും ഒന്നും നോ എന്നൊന്നുമല്ല, എങ്കിലും പിന്നെ ഞങ്ങൾക്ക് ആരാ ഉള്ളത്, ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ഒന്ന് സൂചിപ്പിച്ചു. എങ്കിലും എനിക്ക് വേണ്ടിയിട്ടൊന്ന് പറയില്ലേ, ഇച്ചാച്ചനോടൊന്ന് പറയാനായിട്ട് സമ്മതിക്കില്ലേ, പ്രാർത്ഥനയ്ക്ക് ശേഷം നമുക്ക് ഒരുമിച്ചൊന്ന് പറയാം, ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ അമ്മച്ചി അതിന് സമ്മതം മൂളുന്നു. അതൊരു വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. ഞങ്ങള് വേറായപ്പോ ഞങ്ങൾ പറഞ്ഞു, പോയി കഴിയുമ്പോൾ ഞങ്ങൾക്ക് ആരുമില്ലല്ലോ ഇനി എന്നായെന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു, ആളിനെയൊക്കെ തമ്പുരാൻ തന്നോളും, എന്നെ സന്തോഷത്തോടെ വിട്ടേക്കണം, തമ്പുരാൻ ആളിനെയൊക്കെ തന്നോളൂ എന്ന് പറഞ്ഞു. അതുപോലെ തമ്പുരാൻ ആളിനെയൊക്കെ തന്നു, വലിയ മക്കളെയും കൊച്ചുമക്കളെയും എല്ലാം തന്നു. അച്ഛനെ ഇങ്ങനെ സെമിനാരി കൊണ്ട് വിട്ടു പോന്നപ്പോഴത്തേനും സങ്കടമൊന്നും തോന്നിയില്ലേ? അങ്ങനെ വലിയ സങ്കടമൊന്നും തോന്നിയില്ല. ഒരു മോനല്ലേ ഉണ്ടായിരുന്നു. അത് അങ്ങനെയല്ലേ, ദൈവത്തിന്റെ ഇഷ്ടത്തിന് പോകുന്നത് നല്ലതല്ലേ, അങ്ങനെ ആഗ്രഹമായിരുന്നു മകന്. അതുകൊണ്ട് പൊക്കോട്ടെന്ന് പറഞ്ഞു. അവനവന്റെ ഇഷ്ടത്തിന് വിട്ടു. അമ്മച്ചിയോട് ആരും പറഞ്ഞില്ലേ ജോസഫിനെ വിടണ്ടോന്നൊന്നും പറഞ്ഞില്ലേ? ഇല്ലേ, ആരും പറഞ്ഞില്ലേ. അപ്പൊ ഈശോയുടെ ഇഷ്ടം ഈശോ തന്നതല്ലേ, അത് ഈശോയുടെ ഇഷ്ടത്തിന് ഇഷ്ടപ്പെടുത്തിച്ചു.
കുരിശുവരയ്ക്ക് മുമ്പാണ് കുരിശുവരയ്ക്ക് മുമ്പാണ് ഞാനത് അമ്മച്ചിയോട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. എന്നിട്ട് ഇച്ചാച്ചനോട് പറഞ്ഞപ്പം ഇച്ചാച്ചന്റെ പ്രതികരണം എങ്ങനെയായിരുന്നു? ഇച്ചാച്ചൻ വാസ്തവത്തില് ഇച്ചാച്ചൻ ഒന്നും മിണ്ടിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാരണം. ഒന്നും മിണ്ടാതിരിക്കുക എന്ന് പറയുന്നതിനകത്ത് ഒരുപാട് സങ്കടം ഉള്ളിൽ ഒതുക്കി കിടക്കുന്നത് പോലെ. പ്രാർത്ഥനയ്ക്ക് ശേഷം കട്ടിലിൽ കുറച്ചു നേരം കിടക്കുന്നൊരു പതിവുണ്ട്. ആ സമയത്താണ് ഞങ്ങളിത് പറയുന്നത്. ഒന്നും മിണ്ടാതെ തിരിഞ്ഞു കിടന്ന ഒരു അവസ്ഥ. അപ്പോൾ ഒരുപാട് സങ്കടം എങ്ങനെ അവതരിപ്പിക്കണം എന്നറിയില്ലാതെ, അതൊന്ന് ദേഷ്യപ്പെടുക പോലും ചെയ്തില്ല എന്നുള്ളതാണ് ഒത്തിരി സങ്കടപ്പെടുത്തിയ കാര്യം എന്നെ. അന്ന് വാസ്തവത്തില് ആരും അത്താഴം കഴിച്ചതായിട്ട് പോലും എനിക്ക് ഓർമ്മയില്ല. ഒരു മൗനം നിറഞ്ഞ രാത്രിയോ എന്തോ എങ്ങനെയാ പറയാൻ പറ്റുക എന്നറിയില്ല. അതുപോലത്തെ സങ്കടം നിറഞ്ഞൊരു ദിവസം, ആരും ഒന്നും മിണ്ടാത്തൊരു ദിവസം പോലെയായിരുന്നു പിന്നീട് അങ്ങോട്ടുള്ള മണിക്കൂറുകള്. വിതുമ്പലുകളില് മുറിഞ്ഞു പോയ ഒരു പ്രാർത്ഥന, തണുത്തുറഞ്ഞ അത്താഴം, മൗനം കനം തൂങ്ങുന്ന ഒരു രാത്രി. ഇങ്ങനെയൊക്കെ സാഹിത്യ ഭാഷയിൽ പറഞ്ഞാൽ തെറ്റാവും. അലങ്കാരികമായിട്ട് വളരെ ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ അതിശയോക്തി ഒട്ടും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതിനകത്ത് സത്യം അതൊക്കെ തന്നെയായിരുന്നു. പക്ഷെ അതിനകത്തെല്ലാം ആ മൗനത്തിൽ ദൈവം ഇടപെട്ടു. എപ്പോഴും മൗനങ്ങളിലാണ് ദൈവം ഇറങ്ങി വരുന്നതും സംസാരിക്കുന്നതും എന്ന് എന്റെ അനുഭവം എന്നെ പഠിപ്പിക്കുന്നുണ്ട്. എവിടെയും നമ്മളതാ കാണുന്നത്. പക്ഷെ ഇച്ചാച്ചൻ അവസാനമായിട്ട് എന്താണ് പറഞ്ഞത്? സെമിനാരിയിൽ പോകുന്ന ഒരു തീരുമാനം എടുത്ത് അവസാനമായിട്ട് എന്താണ് പറഞ്ഞത്? ഒരു അവസാന വാചകം എന്ന നിലയിൽ പിന്നീട് പറയുന്നത് വാസ്തവത്തില് ഇച്ചാച്ചൻ എന്നോട് നോ പറഞ്ഞിട്ടില്ല. ഇച്ചാച്ചന്റെ മനസ്സിന്റെ ഒരു വലുപ്പം, ദൈവം വിളിക്കുന്നുണ്ടെങ്കിൽ അവന്റെ ഇഷ്ടം അങ്ങനെയാണെന്ന് അവന് നല്ല ബോധ്യമുണ്ടെങ്കിൽ അങ്ങനെ ആവട്ടെ, ഞാനതിനെ നോ പറയില്ല, ഞാനതിനെതിരെ നിൽക്കില്ല. ഇതായിരുന്നു ഇച്ചാച്ചന്റെ പോലും. അങ്ങനെയാണ് ഈശോ ആഗ്രഹിക്കുന്നെങ്കിൽ അതിനും ഞങ്ങൾ തയ്യാറാണ് എന്നൊരു സമ്മതമാണ്. പക്ഷെ ഇത് പലരോടും അതിനിടയിൽ അവർ ഷെയർ ചെയ്തു. കൂട്ടുകാരോടും ബന്ധുജനങ്ങളോടും അയൽവക്കംകാരോടും ഒക്കെ പറഞ്ഞു. അവരൊക്കെ ഒത്തിരി പേര് വന്ന് എന്നെ എനിക്ക് തടസ്സം പറഞ്ഞു പലപ്പോഴും. കാരണം നീ ഇത് പോയി കഴിഞ്ഞാൽ കുടുംബം അന്യാധീനമാകും, അനാഥമായി തീരും ഈ കുടുംബത്തിന്റെ അവസ്ഥ. അതുകൊണ്ട് നിന്റെ വലിയ ഉത്തരവാദിത്തമാണ് മാതാപിതാക്കളെ നോക്കേണ്ടത് എന്നൊക്കെ അവര് തടസ്സം വെച്ചു. പക്ഷെ അവര് തടസ്സം പറയുമ്പോഴും എന്റെ മാതാപിതാക്കള് തടസ്സം പറഞ്ഞില്ല. അന്തിമ വാക്ക് എന്തായിരുന്നു അത് എന്റെ നാവിൽ നിന്ന് വരട്ടെ എന്ന തരത്തിലായിരുന്നു. ഒരുപക്ഷെ സെമിനാരിയിൽ പോയിട്ട് തിരിച്ചു വരും എന്നുള്ളൊരു പ്രതീക്ഷ അവർക്കുണ്ടായിരുന്നു. ഇല്ലായിരുന്നെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇച്ചാച്ചന്റെ സ്വഭാവവും ഇച്ചാച്ചന്റെ ശൈലിയും ഒക്കെ അങ്ങനെയായിരുന്നു. ഇച്ചാച്ചൻ അന്ന് എന്നോട് പറഞ്ഞൊരു കാര്യം ഞാൻ ഓർക്കുന്നു. തീരുമാനം ഉറപ്പിച്ചു കഴിഞ്ഞപ്പം മുൻപോട്ട് വെച്ച കാല് ഇനി പുറകോട്ട് വലിക്കണ്ട. ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് മുൻപോട്ട് തന്നെ നീങ്ങണം. അത് ഇച്ചാച്ചന്റെ ഒരു വലിയ ദർശനവും ബോധ്യവും അങ്ങനത്തെ ഒരു നിഷ്ഠയുള്ള സ്വഭാവവും ഒക്കെയാണത്. അത് എന്റെ ജീവിതത്തെ ഒത്തിരി സ്വാധീനിച്ച കാര്യമാണ്. ആ വലിയൊരു മനസ്സ്. അമ്മച്ചിയാണെങ്കിലും അതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വിശാലമായ ഒരു മനസ്സ്, ഒരു സമർപ്പണം അതിന്റെ പുറകിൽ തന്നെ അമ്മച്ചിയുടേതായിട്ടുണ്ടായിരുന്നു. ചാച്ചന് ഞങ്ങൾ ഒരുമിച്ചിരിക്കുമ്പോഴാ പറഞ്ഞത്. എന്നിട്ട് ചാച്ചൻ എന്നാ പറഞ്ഞേ? ചാച്ചൻ പറഞ്ഞു അച്ഛനാകാൻ പോയച്ചിട്ട് അച്ഛനായി പൂർത്തിയാകാതെ വീട്ടിലോട്ട് തിരിച്ചു വന്നേക്കരുതെന്ന് പറഞ്ഞു. അച്ഛനാകാതെ പോയച്ചിട്ട് ചാച്ചന് ഇഷ്ടമായിരുന്നു. ചാച്ചന് ഇഷ്ടമായിരുന്നു അല്ലേ? ചാച്ചൻ പിന്നെ പോകാൻ പറഞ്ഞപ്പോ അവനവന്റെ ഇഷ്ടത്തിന് കൊണ്ട് കൊടുത്തിച്ച് പിന്നെ നമ്മള് ബലമായിട്ട് പിടിച്ച് നിർത്തിയാൽ പിന്നെ അത് വിഷമല്ലേ. അതുകൊണ്ട് അപ്പൊ നിങ്ങൾ രണ്ടുപേരും കൂടെ, ചാച്ചനും അമ്മച്ചിയും കൂടെ ജോസച്ചനെ സെമിനാരിയിൽ കൊണ്ടുപോയി ആക്കി തിരിച്ചു വന്നിട്ടേ, അപ്പൊ അന്നേരം വിഷമം ഉണ്ടായിരുന്നോ ഇവിടെ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോ? അങ്ങനെ വലിയ വിഷമമൊന്നും തോന്നിയില്ല. ജോസച്ചനെ കാണാതിരുന്നിട്ടൊക്കെ ഇല്ല. അല്ല, അതിനു മുമ്പേ പഠിക്കാൻ പോകുമ്പോ കാണാതൊക്കെ അല്ലേ ഇരുന്ന്, പഠിക്കാനൊക്കെ പോവുകയല്ലേ. ഒരുപക്ഷെ ഞാൻ സംശയിക്കുകയാണ് വീട്ടുകാരെ എതിർക്കാതിരുന്നത്. അച്ഛൻ സെമിനാരിലൊക്കെ പോയിട്ട് 2 വർഷത്തിന് ശേഷം സെമിനാരിയിൽ നിന്ന് തിരിച്ച് വീട്ടിൽ വരുമെന്നുള്ള ഒരു പ്രതീക്ഷ കൊണ്ടാണോ? ഞാൻ ഒരിക്കലും കരുതുന്നില്ല അങ്ങനെ. കാരണം എന്റെ തീരുമാനം ഉറച്ചതാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടപ്പോൾ ഒരു ദൈവത്തിന്റെ ഒരു ഇടപെടലാണെന്നും ദൈവമാണ് നയിക്കുന്നതെന്നുള്ളൊരു കാഴ്ചപ്പാടിലേക്ക് വന്നു. പിന്നെ ചാച്ചന്റെ ഒക്കെ സ്വഭാവം, അമ്മച്ചിയാണെങ്കിലും അങ്ങനെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് ഉറച്ചു നിൽക്കുന്നവരായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരൊരിക്കലും പ്രതീക്ഷിച്ചില്ല. തന്നെ ലിച്ചാച്ചൻ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇനി മുമ്പോട്ട് വെച്ച കാല് പുറകോട്ട് വലിക്കണ്ട, അത് മുമ്പോട്ട് തന്നെ ആയിരിക്കണം, അങ്ങനെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കണം എന്നേ പിന്നെ അവർ പറഞ്ഞിട്ടുള്ളൂ. മറ്റ് ബന്ധുക്കള് അതുപോലെ അയൽക്കാരൊന്നും എതിർത്തില്ലേ? അവരൊക്കെ പോകുന്നതിന് മുമ്പ് എതിർത്തു. പക്ഷെ പോയതിനു ശേഷം പിന്നെ ആരും എതിർക്കാനായിട്ടൊരു വഴിയില്ലല്ലോ. സത്യത്തിലൊരു മോറിയ മല തന്നെ പുളിക്കൽ വീട്ടില് പുനർസൃഷ്ടിക്കപ്പെട്ടു എന്ന് തന്നെ വേണം പറയാൻ. ഒരുപക്ഷെ അബ്രഹാം ഏകമകനായ ഇസ്ഹാക്കിനോടൊപ്പം മോറിയ മലയിലേക്ക് യാത്ര ചെയ്യുകയും ഇവിടെ സത്യത്തിൽ ഒരു ബലിക്കല്ലില്ല എന്ന ഒരു വ്യത്യാസമുണ്ട്. സത്യത്തിൽ ബലിക്കല്ലുണ്ട്. ഒരുപക്ഷെ ഈ മാതാപിതാക്കളുടെ ജീവിതം ഒരു ബലിക്കല്ലായിരുന്നു. സ്വന്തം മകനെ ദൈവത്തിന് സമർപ്പിക്കാനായിട്ട് അവർ തയ്യാറായി. ആ സമർപ്പണം ഒരു വലിയ കാര്യം തന്നെയാണ്. ഇന്ന് അച്ഛൻ തിരിഞ്ഞു നോക്കുമ്പോൾ അങ്ങനെ തോന്നുന്നില്ലേ? അവരുടെ മനസ്സും ഹൃദയവുമായിരുന്നു ഏറ്റവും വലിയ ബലിക്കല്ല്. അവരുടെ വലിയ സമർപ്പണം അത്രമാത്രം അഗാധമായിരുന്നു.
അതുമായിട്ട് താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ എന്റെ തീരുമാനവും സമർപ്പണവും അത്രയും ഒന്നും ത്യാഗമില്ല. അവരുടെ സമർപ്പണത്തിന്റെ ആ മഹത്വമാണ് വാസ്തവത്തിൽ എന്നെ മുമ്പോട്ട് നയിച്ചതും ശക്തിപ്പെടുത്തിയതും, അവരുടെ പ്രാർത്ഥനയുടെ ശക്തിയും ബലവും ഒക്കെ. സ്നേഹം ഏകുന്ന യേശു, സ്നേഹം നൽകുന്നവൻ, ഉള്ളിൽ വാഴുന്ന യേശു, ഉള്ളം അറിയുന്നവൻ, കഥനങ്ങൾ മാറ്റും മൃദുകാരുണ്യമേകും, ആ കരതാരിൽ വീഴാതെ താങ്ങും, ഒരുകുമ്പോഴെല്ലാം ഒരു തുണയേകാനണയും, ഉള്ളം കരയുമ്പോൾ ആശ്വാസമേകും. എന്നാളും ഞാൻ നിന്നെ അറിയുന്നു നാഥാ, എന്നെ കാക്കുന്ന യേശു.